ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാനറ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ഗാർഡനാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ പ്ലാന്റ്സുകളുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള, ഞാൻ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഞാൻ പോയതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ. വീട് മാറ്റ് വാങ്ങാനാണ് പോയത് കേട്ടോ. ഏകദേശം 2-3 ഗാർഡനൊക്കെ പോയി നോക്കി. അവിടെ നിന്ന് പല റേറ്റിൽ നിന്നും കമ്പയർ ചെയ്താണ് ഒന്ന് ഞാൻ വാങ്ങിയത്. അപ്പോൾ ലാസ്റ്റ് പോയത് കുഴിപ്പള്ളത്തു നിന്ന് തന്നെയാണ് മാറ്റ് വാങ്ങിയത് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഗാർഡൻ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചെടികളൊക്കെ കുറച്ച് ലാഭത്തിന് വിൽക്കുന്ന ടൈമിലാണ് ഞാൻ കയറിപ്പോയത്. കൊള്ളാം, എൻ്റെ സമയം കൊള്ളാമെന്നുള്ളതുകൊണ്ട് 100 രൂപയുടെ ചെടി എനിക്ക് 70 രൂപയ്ക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഈ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസുലിൻ ചെടി എന്ന് പറയുമല്ലോ, ഇൻസുലിൻ പച്ച, അതിൻ്റെ വെരിഗേറ്റഡ് ലീഫ്, അതും 125 രൂപയ്ക്ക് ഉണ്ടായിരുന്നത് എനിക്ക് അവർ 50 രൂപയ്ക്ക് തന്നായിരുന്നു. എനിക്കിപ്പോൾ അത് ലാഭമായിട്ട് തോന്നി കേട്ടോ. പിന്നെ പീസ് ലില്ലി ഉണ്ടായിരുന്നു. പീസ് ലില്ലി വന്ന് 300 രൂപയാണ്. ഇതേ പീസ് ലില്ലി കുഴിപ്പള്ളം വന്ന് 500 രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് ലാഭമായിട്ട് തോന്നി. പക്ഷേ ബാക്കിയുള്ളതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പീസ് ലില്ലി ഇവിടെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ കുറച്ച് വിരുന്നുകാരുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള വളങ്ങൾ കിട്ടും. ജൈവവളവും കിട്ടും, രാസവളവും കിട്ടും. പോട്ട്സിൻ്റെയൊക്കെ കളക്ഷൻ നമ്മുടെ കുഴപ്പളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് വളങ്ങളുണ്ട്. ജൈവവളങ്ങളാണ് കൂടുതലും അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാങ്ങിങ് പോട്ട്സിൻ്റെ നല്ല വെറൈറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് കേട്ടോ ഞാനെടുത്ത്. എന്തായാലും വന്നതല്ലേ, നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് എടുത്തത്. ഇവിടെ വെർട്ടിക്കൽ പോട്ടുകളുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ അന്നൊരു ദിവസം ഒരു 15 പോട്ടുകളെ ഞാൻ വാങ്ങിയത്. പിന്നെ ഈ പോട്ടും വാങ്ങി 2 ചെടിയും ഞാൻ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വെരിഗേറ്റഡ് ലീഫുള്ള ചെടി ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള ലീഫുകളുള്ള ചെടികളെ വാങ്ങാൻ കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അത് കാണാനൊരു ഭംഗിയാണ്. പർപ്പിൾ കളർ ലീഫുള്ളത്, ബ്ലാക്ക് കളർ ലീഫ്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കലാത്തി. കുറച്ച് ഗ്ലേസിങ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ലീഫ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഇതിനെ പോട്ടിലേക്ക് മാറ്റണം. ഏകദേശം 3 ദിവസം ഞാൻ വെച്ചിരുന്നിട്ടാണ് കേട്ടോ ഇത് പോട്ടിലേക്ക് മാറ്റിയത്. ഉടനെ തന്നെ, ഒരിക്കലും ഏതൊരു ചെടിയായിരുന്നാലും ശരി, ഉടനെ തന്നെ നമ്മൾ ഗാർഡനിൽ കൊണ്ടുവന്ന് ഉടനെ സെറ്റ് ചെയ്യാൻ പാടില്ല. അത് ചിലപ്പോൾ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പോട്ടിംഗ് മിക്സിങ് മിക്കവാറുള്ള എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ ചെടിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തു കണ്ടോ. ഈ പോട്ട് കൊള്ളാം. ഇവിടെ ബ്ലാക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇക്കയാണ് കേട്ടോ. ഇക്കാണെങ്കിൽ ബ്ലാക്കിനോട് കൂടുതൽ താല്പര്യം. വെച്ചാൽ ഒരുപോലെയുള്ള ചട്ടികളിൽ കാണാൻ ഭംഗിയായിട്ട് വെക്കണമെന്ന്. പക്ഷേ ചില ചെടികളൊക്കെ ചില കളറിൽ വെച്ചാൽ ഇതുപോലെയുള്ള ക്ലേ കളറിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഇതിനൊന്നും പറഞ്ഞ് വാങ്ങിയതാണ് ഈ പോട്ട്. 3 ആ പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡയമണ്ട് ടച്ചുള്ള ഡിസൈനുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കുറച്ച് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിന് ഞാൻ റെഡ് സാൻഡാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ നല്ലതാണ്. അവിടെയുള്ള ഗാർഡനിലെ ചേച്ചി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു കവറ് മണ്ണും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്താണ് ഇതിൽ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഞാൻ കുഴപ്പമില്ലാത്തൊന്ന് വാങ്ങിയ ഒരു ചെടിയാണ്. ഇത് നല്ല, എപ്പോൾ നോക്കിയാലും ഓരോ പൂ വെച്ചെങ്കിലും ഉണ്ടാവും. അങ്ങനെ അതിൽ നിന്നും ഒരു ചെടി വാങ്ങിച്ചത് എല്ലാം അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്ക് രാത്രിയായി കേട്ടോ. ഇത് എനിക്ക് വൈകുന്നേരങ്ങളിലാണ് എപ്പോഴും നമ്മൾ ചെടികൾ നടാനായിട്ട് ഉപയോഗിക്കാനുള്ളത്. അല്ലെങ്കിൽ പെട്ടെന്ന് വെയിൽ കൊണ്ട് വാടാനുള്ള സാധ്യതയുണ്ട്. ഏതൊരു ചെടിയായിരുന്നാലും രാത്രിയും വൈകുന്നേരവും വയ്ക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് മിക്കവാറുള്ള എൻ്റെ വീഡിയോ നോക്കിയിരുന്നാലും ഇരുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നുവെച്ചാൽ അപ്പോഴും ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ വന്ന ഉടനെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ടൈം നോക്കാതെ രാവിലെ ഒന്നും വെക്കരുത്. നമ്മൾ വൈകുന്നേരം വെക്കുക അല്ലെങ്കിൽ രാത്രി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടൈം വെയിലില്ലാതെ അതിന് ഒന്ന് ആ മണ്ണുമായിട്ട് യോജിച്ച് വരാനുള്ളൊരു ടൈം കിട്ടും.
ഒരിക്കലും പകൽ നിങ്ങൾ ചെടി വെക്കരുത്, വൈകിട്ട് വെക്കണം. ഒരു 5 മണി 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ചെടികൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ ചെടികളെല്ലാം ഞാൻ എൻ്റെ ബാൽക്കണിയിലേക്കാണ് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട്, ലീഫി പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മോളാണ്, മോളും മോനും കൂടെ നിന്നാണ് സഹായിച്ചത് മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തരാൻ. അധികം വെയിറ്റില്ല, അതിൽ കൂടുതലും കോക്കോപീറ്റും പിന്നെ കമ്പോസ്റ്റും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് വെയിറ്റൊന്നുമില്ല. ഈ ചെടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവൾ അലസമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ മോന് കണ്ടിട്ടാണ് ഓടിപ്പോയി പിടിച്ച് വാങ്ങിക്കുന്നത് കേട്ടോ. അതിൻ്റെ പൂവോ തണ്ടോ ഓടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഭംഗി അങ്ങ് പോവും. അങ്ങനെ ഇത് മുകളിൽ ഹാളിൽ കൊണ്ടുവന്ന് അങ്ങ് അടുക്കി വെച്ചിട്ടാണ് പിന്നെ ഓരോന്നായിട്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഈ ചെടി വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഒന്ന് തൂത്ത് നേരെ റെഡിയാക്കിയതിന് ശേഷമാണ് എല്ലാം കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പോൾ എനിക്ക് എന്തൊരു വിഷമം ഉണ്ടായിരുന്നാലും ജീവിതത്തിൽ സങ്കടവും സന്തോഷവും നിറഞ്ഞതാണല്ലോ. അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും അവിടെ പോയി ഇരിക്കുമ്പോൾ എനിക്കൊരു റിലാക്സാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടെ ചെടികളും കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. കുറച്ച് സ്റ്റാൻഡുകൾ വാങ്ങണം. അപ്പോൾ അതൊക്കെ വീഡിയോ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഞാൻ ബാൽക്കണിയിലേക്ക് സെറ്റ് ചെയ്ത് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ വെക്കുന്നതാണ് നല്ല. ലീഫി പ്ലാന്റ്സാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലോ മെയിൻ്റെനൻസ് ആണ് കേട്ടോ. കാരണം ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ നോക്കി വാങ്ങണം. എപ്പോഴും പൂ വരുന്നതും ഒരുപാട് നമുക്ക് അതിന് ടൈം കൊടുക്കാം. അതിനൊന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് അതിന് നിൽക്കേണ്ട ആവശ്യമില്ലാത്ത ചെടികളൊക്കെ വാങ്ങണം. ഇതൊക്കെ പെട്ടെന്ന് വരുന്ന ആണ് കേട്ടോ, ഒന്നും സംഭവിക്കില്ല. ഏത് കാലാവസ്ഥയിലും ഇത് വളരുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ ചെടികൾ വാങ്ങുമ്പോൾ എപ്പോഴും അത് ഫ്ലവറിങ് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് നമുക്ക് ജോലിയും അത് ഒരുപാട് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിൽ ജോലിയൊന്നുമില്ല, വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവരാണെങ്കിൽ ഓക്കെ. അല്ലാത്തവർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ സോറ, പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇതുപോലെയുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ വളർത്താം. അല്ലാത്തതൊക്കെ മുല്ല, പിച്ചിയൊക്കെ ഓക്കെ, കുഴപ്പമില്ല. ഈ റോസ് അല്ലാതെയുള്ള ബാക്കി കാണാൻ ഭംഗിയുള്ള ചെടികളൊന്നും വാങ്ങിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.